ഞാനിതിൻ്റെ വിത്ത് തായ്ലൻഡിൽ നിന്നൊരു ഫ്രൂട്ട് വാങ്ങിച്ചു വന്നതാണ്. അതിവിടെ കൊണ്ടുവന്ന് ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് 2 വർഷത്തോളമായി. കഴിച്ചിട്ട് എൻ്റെ സീഡ് പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൻ്റെ അടുത്തുള്ള മിതിർമല എന്ന് പറയുന്ന സ്ഥലത്തെ അബ്ദുൾ റഹീം സാഹിബിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വളരെ റയറായിട്ടുള്ള, ഞാനിത് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു ഫ്രൂട്ടിൻ്റെ ഒരു വിവരം അറിഞ്ഞിട്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളാ ഈ ബാക്കിലോട്ട് നോക്കി കാണാം, ഒരുപാട് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പരുവായി വരുന്നതേ ഉള്ളൂ, നല്ല റെഡ് കളർ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഇവർ കുരു കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഫ്രൂട്ട് കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അബ്ദുൾ റഹീം. സ്ഥലം കിളിമാനൂർ കല്ലറ, മിതിർമല സ്കൂളിനടുത്തായിട്ട് വരും. ഇത് ഗാഗ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഞാനിതിൻ്റെ വിത്ത് തായ്ലൻഡിൽ നിന്നൊരു ഫ്രൂട്ട് വാങ്ങിച്ചു വന്നതാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് 2 വർഷത്തോളമായി. കഴിച്ചിട്ട് എൻ്റെ സീഡ് പാക്ക് ചെയ്ത് വെച്ചിരുന്നു. വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു 6 മാസമായി നട്ട്. ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 മാസത്തിന് മുമ്പ് വിളവെടുപ്പ് കഴിഞ്ഞ്. ഇനി ഇതെല്ലാം അടുത്ത 1 മാസത്തിനകത്തേ ആവത്തുള്ളൂ. ഒരു 20 ദിവസം കൂടെ കഴിയുമ്പോൾ ഫ്രൂട്ടെല്ലാം റെഡിയാവും. പിന്നെ ഇതിൽ സംഭവം 10 പീസെങ്കിലും നട്ടാൽ മാത്രമേ ഒരു 8 എണ്ണം പൊടിക്കത്തുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. പിന്നെ ഇതില് മെയിലും ഫീമെയിലും ഉണ്ട്. ചെടികളിൽ തന്നെ ആ മെയിൽ ഉള്ളതില് ഫീമെയിൽ കാണത്തില്ല, ഫീമെയിൽ ഉള്ളതിൽ മെയിൽ കാണത്തില്ല. മെയിലാണെങ്കിൽ ആ ചെടിയിൽ മെയിൽ മാത്രം, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ മാത്രം. അപ്പൊ ഇതിന്റെ അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 ചെടി ഉണ്ടെങ്കിൽ മാത്രമേ കായാവത്തുള്ളൂ. പിന്നെ ഒരു 75% നമ്മൾ ഇതിന്റെ പോളിനേഷൻ ചെയ്തു കൊടുക്കണം. ഈച്ച മുഖേന നടക്കുന്നത് ചുരുക്കമായിരിക്കും. പക്ഷെ അത് നടന്നാലും വളരെ ചെറിയ കായകളായിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക. അത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഇതൊക്കെ ഈച്ച മുഖേന ഉള്ളതായിരിക്കും. അതൊക്കെ ചെറിയ പീസുകളായിട്ട് പോകും. ഇതൊക്കെ വലിയ ഫ്രൂട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഫ്രൂട്ടൊക്കെ ഇപ്പൊ എത്ര ദിവസം ആയതാണ്? ഇത് ഏകദേശം 35 ദിവസത്തോളം പഴക്കം വരും. 35 ദിവസമായി. ഇതൊരു 10 ദിവസത്തിനകത്തെല്ലാം വരുമാവും. ഓഹോ. അപ്പൊ ഇത് നന്നായിട്ട് പഴുത്തു വരുമ്പോഴേ കുറച്ചുകൂടെ കളർ മാറും. ഡാർക്ക് റെഡ്, കട്ട കളർ, ചുവപ്പ് കളറാവും. ഓഹോ. അത് ഇന്നുണ്ടായിരുന്നു. ഞാനിപ്പോ കുറച്ച് പൾപ്പെടുത്ത് ജ്യൂസ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇരുന്ന പാഴി പോകും. അപ്പൊ ഇരുന്ന് അടിച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കായ എന്ന് പറയുന്നത് വളരെ ചെറിയ പീസായിരിക്കും. അത് ഇവിടെയൊക്കെ കാണണം. അതായത് ഇതുപോലത്തെ ചെറിയ പൂക്കളാണ് തുടക്കം. ഇതൊക്കെ ചെറിയ ചെറിയ കായകൾ വന്നിട്ട് ആദ്യം പച്ച കളറായിരിക്കും. പിന്നെ അത് മാറിയിട്ട് കുറച്ച് ദിവസം, ഒരു 15 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കളറാവും. പിന്നെ അത് കഴിഞ്ഞൊരു 30 ദിവസത്തിനകത്ത് വെച്ച് ഓറഞ്ച് കളറാവും. ലാസ്റ്റിൽ റെഡ് കളറാവും. ഇതൊരു 3-4 കളർ ഇങ്ങനെ മാറി മാറി വരും. 4 ഷെയ്ഡാണ് ഇതിന്. 4 പ്രാവശ്യമായിട്ട്. ഇപ്പോഴത്തേക്ക് ആ 4ാമത്തെ കളർ വരുമ്പോഴേ ഇത് ഫ്രൂട്ടായിട്ട് മാറുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി ഒരു കളറും കൂടെ മാറാനുണ്ട്. ഇനി ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതിപ്പോ ഏകദേശം ഓറഞ്ച് ആയതാ. അത് ഓറഞ്ച് കളറാണ് ഉണ്ടാക്കി കിടക്കുന്നത്. അതുകൊണ്ടായിട്ടുണ്ടെങ്കിൽ കിടക്കും. ഇത് ഓറഞ്ച് കളർ. ഇത് മഞ്ഞ ഷെയ്ഡാണ്. ഇതെല്ലാം ഇതിനെ കുറിച്ചിട്ട് നേരത്തെ അറിയായിരുന്നു? ഇല്ല, ഞാനിത് കുറച്ചു നാള് കൊണ്ടുവച്ച് വെറുതെ ഇങ്ങനെ എടുത്ത് നട്ടതാണ്. നട്ടതിന് ശേഷമാണ് ഞാൻ നെറ്റിലൊക്കെ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇതില് നല്ലൊരു വിപണി സാധ്യതയൊക്കെ കാണുന്നു. ഇതാണ് ഇതിന്റെ ആൺപൂവാണ്. ഇത് പൊളിച്ചിട്ട് ഇതിന്റെ അകത്തുനിന്നൊരു ഓറഞ്ച് കളർ പൗഡറും ഉണ്ടാവും. ഇതിനകത്തിൽ പരാഗണം നടക്കുന്ന ഇത് ഇതുപോലെ നിൽക്കുന്ന കായുടെ ചെറിയ കായുടെ തുമ്പിൽ തേച്ചു കൊടുക്കും. ഓക്കെ. അത് കൈകൊണ്ട് തൊടൂല്ല, എന്തെങ്കിലും സ്റ്റിക്ക് അല്ലെന്നുണ്ടെങ്കിൽ തമ്മിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയും. അതുണ്ടെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് വളരുള്ളൂ. അല്ലെങ്കിൽ അത് നശിച്ചു പോവാം. പിറ്റേന്ന് 3-ൊക്കെ അഴുകി പോകും. അപ്പൊ ഈ തായ്ലാന്റിൽ നിന്ന് വാങ്ങുമ്പോഴും ഇത് സംഭവം എന്താണെന്ന് അറിയത്തില്ല, അറിഞ്ഞൂടായിരുന്നു. കണ്ട് ഒരു കൗതുകം കാരണം ഇത് ഭംഗി കണ്ട് വാങ്ങിച്ചതാണ്. കായായിട്ടാണോ കൊണ്ടുവന്നത്? ഇതേപോലെ ഒരു ഫ്രൂട്ട്. ഓക്കെ ഓക്കെ, ഫ്രൂട്ടാണ് കൊണ്ടുവന്നത്. ഇതിലെല്ലാം പിഞ്ച് ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കായകളെ പിടിച്ചു കയറുന്നതാണ്. ഇത് ഈ സൈഡ് മൊത്തം കിടപ്പുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഔട്ട് സൈഡിലെ താഴേക്കുണ്ടല്ലേ? താഴേട്ട് കിടക്കുന്ന വള്ളി മൊത്തം കായ അടക്കിയാണ്. അത് പിന്നെ കാണാൻ നോക്കൂല. അങ്ങ് താഴെ നിന്ന്
അതിൻ്റെ ഇടയിൽ കയറി പോകണം. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ധാരാളം ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ വളരെ റയറായിട്ട് കാണുന്ന, നമ്മളെ നാട്ടിലില്ലാന്ന് തന്നെ പറയാം, ചില സ്ഥലങ്ങളിൽ മാത്രം. നമ്മുടെ ഈ കല്ലറ പഞ്ചായത്തിലൊന്നും ഈ ഒരു 20 കിലോമീറ്റർ കല്ലറ തിരുവനന്തപുരം ഒന്നും വലുതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആലപ്പുഴയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ആലപ്പുഴ കൂടുതലും ഇത് വിയറ്റ്നാമാണ് ഇതിന്റെ ജന്മം. വിയറ്റ്നാമിൽ നിന്നുള്ള ഫ്രൂട്ടാണ് ഇത്. ഇന്ത്യയിൽ വന്നിട്ട് തുച്ഛമായ വർഷങ്ങളെ ആയിട്ടുള്ളത്. ഇനിയിപ്പോ എല്ലായിടത്തും ആവും. ഞാനിവിടെ തന്നെ 100-500 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? ഒരു 10-100 പീസ് ഇപ്പൊ കിടപ്പുണ്ട്. അപ്പൊ അത് ആവശ്യക്കാരൊക്കെ വരുന്നത് കൊടുക്കും. ഫ്രൂട്ടായിട്ട് കൊടുക്കുന്നുണ്ടോ? ഫ്രൂട്ടായിട്ടും സീഡായിട്ടും ഒക്കെ കൊടുക്കും. സീഡ് കൂടുതലും അയച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രൂട്ടായിട്ടും കൊടുക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഈ സീഡ് വേണ്ടവർക്ക് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊറിയർ ചെയ്യും. അത് 10 സീഡിന് 500 രൂപ വിലയും 50 രൂപ കൊറിയർ ചാർജായിട്ടാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കും. ഇപ്പൊ തന്നെ ഒരു 500 പേരിൽ പുറത്ത് അയച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും എത്ര തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു? 9 മൂട്. 9 മൂടുണ്ടായിരുന്നു. ഓക്കെ, 9 എണ്ണം പൊടിച്ചു. എങ്ങനെയാണ് ഇതിന്റെ ഒരു പരിചരണത്തെ കുറിച്ച്? പരിചരണം ഫസ്റ്റിൽ ഒന്ന് നടുമ്പോഴത്തേക്ക് ഒന്ന് മണ്ണിളക്കിയിട്ട് അതില് കോഴിവളവും ഉണക്ക ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടൊന്ന് ഇളക്കി ഒരു 3-4 ദിവസം ഇട്ടതിന് ശേഷം ഈ വിത്ത് ഒരു 1 ഇഞ്ച് താത്തങ്ങ് മണ്ണിൽ വയ്ക്കും. അതൊരു 15 ദിവസത്തിനകത്ത് വെച്ച് മുളച്ചു തുടങ്ങും. മുളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇതുപോലെ പടത്തി അങ്ങ് എന്തെങ്കിലും കയറ്റി തട്ടിലോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പടന്നങ്ങ് പോകും. ശരി. അപ്പൊ ഇത് പടന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. അടുത്ത പെരടത്തിൽ പെട്ടെന്ന് വളരും. പിന്നെ ഒരു സൈസ് പുഴു ഇതിൽ വന്ന് കയറും. അത് വളരെ നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ഈ പുഴുവൊക്കെ കയറുന്നതാണ് ഇതുപോലെ കടിച്ച് ഈ ഒരു അടയാളം വരും. അതിന് നമ്മൾ മരുന്ന് എന്തെങ്കിലും അടിച്ചു കൊടുക്കണം. ഇതുപോലെ ഉള്ള കാലിലൊക്കെ ചെറിയ ചെറിയ കീടങ്ങൾ. പിന്നെ ഇത് പച്ചയ്ക്ക് തോരൻ വയ്ക്കാനും സൂപ്പറാണ്. ആണല്ലേ? ഈ പരുവത്തിലൊക്കെ തോരൻ വയ്ക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികളെല്ലാം ഉണ്ടാക്കാം. പിന്നെ ഇല നമ്മളെ മുരിങ്ങ ഇലയൊക്കെ തോരൻ വയ്ക്കുന്ന കണക്ക് ഇലയും തോരൻ വയ്ക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യത്തിന് നമുക്ക് വെജിറ്റബിൾസ് കിട്ടിയില്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് പറിച്ച് ഒത്തിരി ദിവസം ഇത് കഴിച്ച് ഞാൻ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് പുറത്ത് കൊടുത്തത്. അത് ശരി. ഞാനിത് എല്ലാ രീതിയിലും ഉപയോഗിച്ചതിന് ശേഷം സ്വന്തമായിട്ടെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കി. അല്ലാതെ നമ്മള് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ട് ആയാലും അറിയാക്കൂല. അപ്പൊ ഞാൻ 4 വയസ്സുള്ള കൊച്ചിന് മുതൽ 10-60 വയസ്സുള്ളവർ വരെ കഴിച്ചത്. ഒരു ചെറിയ ഈ പുഴുവിന്റെ ശല്യം ഉണ്ടല്ലോ, ഈ പച്ച ഇലയായോണ്ട് പുഴുവൊന്നും കയറും. പുഴുവല്ല, അതൊരു സൈസ് ഈച്ചണക്കുള്ള ഇതാണ്. ഇതുപോലെ ഇല തിന്നിട്ട് പോണതാണ്. അപ്പൊ ഇതിന് വേറെ വളം എന്തൊക്കെയാണ്? സാധാരണ ഞാൻ ഇത് ചാണകപ്പൊടിയും കോഴിവളമാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഒരു വളം ഇതിൽ ഇട്ടിട്ടില്ല. കാരണം വളം നമ്മളാ ഒരു 2 പ്രാവശ്യം നല്ല മഴ സമയത്തൊക്കെ ഒരു 5 മാസത്തിന് മുമ്പ് ഇട്ടത് തന്നെ. ഇനി വളമൊന്നും ഇടണ്ട, നല്ല വളം കിടക്കുകയാണ്. ശരിക്കും വളമൊക്കെ വലിച്ച് കെടുക്കുന്ന ഒരു ചെടിയാണ്. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു 2-3 ദിവസം കൂടുമ്പോഴേ 4 ദിവസം കൂടുമ്പോഴൊക്കെ ഇത്തിരി തറയെന്ന് നനച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. അത് ശരി. അപ്പൊ ഇവിടെ വാങ്ങാനായിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടോ? ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. പക്ഷെ സാധനം എല്ലാവർക്കും വരുമ്പോ കൊടുക്കാൻ കാണൂല. അതെ അതെ. ഇത് ഒന്നിച്ചത് വിളയത്തുമില്ല. ഇപ്പൊ ഒരു 50 എണ്ണം ഒന്നിച്ച് വിളയും. 50 പീസോളം ഉണ്ട് ഇത്. ഈ കിടക്കുന്ന 50-60. അപ്പോ ആവശ്യക്കാർ വന്നാൽ ഇത് എത്ര ദിവസം കഴിയുമ്പോൾ ഇതൊരു 10 ദിവസം കൂടെ കഴിയുമ്പോ ഇതെല്ലാം വരുമാവും. 10 ദിവസം കൂടെ കഴിയുമ്പോൾ വരുമാവും. ഈ കളറെല്ലാം 10 ദിവസം കഴിയുമ്പോ റെഡ് കളറാവും. അപ്പോഴത്തേക്ക് ഇതെല്ലാം അടക്കാം. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ ആദ്യം കണ്ട അതെല്ലാം ഈ ഒരു കളറാവും. ഇത് 10 ദിവസം വേണ്ട. ഇതിന്റെ ബാക്കിൽ കുറച്ച് കിടപ്പുണ്ട്. ആ സൈസിലുള്ള ഒരു 10-30 ഔട്ട് സൈഡ് കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ. അത് ഇതിലേക്കൂടെ ഇറങ്ങി വന്നാലേ കാണാനും. ഇതെങ്ങനെയാ നമ്മളിപ്പോ വിപണനത്തിന് കടയിലെങ്ങാനും കൊടുത്തിട്ടുണ്ടോ? കടയിൽ ഇത് എത്ര ഉണ്ട് സാധ്യത? നമുക്ക് ഇതിന് നല്ല വില വരുന്നുണ്ട്. കിലോ 1500 രൂപ വില വരുന്നുണ്ട് അല്ലേ? അപ്പൊ അത്രയും വിലയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു 40% ആൾക്കാരും വാങ്ങത്തില്ല, ഒഴിവാകും. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ആവശ്യക്കാർ, ഇതിന്റെ ഗുണം അറിയുന്ന ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ വാങ്ങുന്നവരാണ് കൂടുതലുള്ളത്. ഞാനിത് അവിടെ വെച്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ഇതിന്റെ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഫ്രൂട്ട് വാങ്ങിച്ചത്. ഞാൻ കുടിച്ചപ്പോഴുള്ള ടേസ്റ്റ് അല്ല നമുക്ക് ഇവിടെ അടിക്കുമ്പോ കിട്ടുന്നത്. അവര് വേറെ എന്തൊക്കെ ചേർത്ത് ജ്യൂസ് അടിച്ചത്. നമുക്ക് പിന്നെ ഇതില് കുറെ വേറെ ഒന്നും ചേർക്കണ്ട. ഇതൊരു പീസ് ഇതിന്റെ അകത്തുനിന്നുള്ള കുരുവിന്റെ സീഡിലുള്ള പൾപ്പും എടുക്കണം. ഇതിനകത്തുനിന്നുള്ള
കണക്കുള്ളത് കൊണ്ട് അല്ലേ, തൊലിയിൽ പറ്റിയിരിക്കുന്നത് അകത്തുള്ളത് അത് നമ്മൾ ഈ അവക്കാടോ ഒക്കെ അവക്കാട പോലെ ഇരിക്കും. ഇതിനകത്ത് ഒരു വലുതിലൊക്കെ ഒരു 30 സീഡ് വരെ കാണും. അന്ന് അവിടെ നിന്ന് എത്ര പഴമാണ് കൊണ്ടുവന്നേ? ചെറിയൊരു പഴം എന്താണ്ട് ഈ സൈസ് ഒരെണ്ണം കൊണ്ടുവന്നു. ഒരെണ്ണം. അത് ശരി, അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഒരു വലിയൊരു അവിടത്തെ 250 രൂപ. ഓ അത് ശരി. അവിടുത്തെ 250, ഇവിടത്തെ 750 രൂപ. 750 രൂപകളായി. അപ്പൊ ഞാനും ഇത് എന്താണ് സാധനം ഒന്ന് അറിയാൻ വയ്യ, അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്നത്. അന്ന് നട്ട കുരുകളെല്ലാം പൊടിച്ചിരുന്നു അല്ലേ? ഞാൻ 9 നട്ടുള്ളൂ. അതിന്റെ വീട്ടിന്റെ പണി സമയത്താണ് കൊണ്ടുവന്നത്. അപ്പൊ ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് പോയി. ഓ അത് ശരി. ഇത് ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങ് കളഞ്ഞിരുന്ന, എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത് ഇങ്ങനെ ആവുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇത് വലിയൊരു സംഭവമാണ്. കാര്യം ഒരു നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു യാദർശികമായിട്ട് ഇങ്ങനെ ആയതാണ്. ഞാനിത് ഇങ്ങനെ ആവുന്നൊന്നും കരുതി നട്ടതൊന്നുമല്ല. സംഗതി താഴ്ഭാഗത്ത് കിടന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 10-200 നേരെ ഒരു മാസത്തിന് മുമ്പ് പറിച്ചായിരുന്നു. അത് ശരി. അപ്പൊ അതിന്റെ സീഡെല്ലാം ഞാൻ ഇഷ്ടം പോലെ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ സീഡ് ഏറ്റവും കൂടുതൽ പോയത് കേരളത്തിന്റെ പുറത്താണ്. ആണല്ലേ? അവരൊക്കെയാണ് കൂടുതൽ എണ്ണം എടുത്തത്. തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർണാടകയിലൊക്കെ അയച്ചിട്ടുണ്ട്. അത് ശരി. ഒരു 100 വിത്ത് കർണാടകയിൽ അയച്ച് ഒരു കൃഷിക്കാരൻ ചോദിച്ച് അങ്ങനെ അയാൾക്ക് കൊടുത്ത്. ജാക്ക് ഫ്രൂട്ട് കാണാനും വന്നെങ്കിലും ഇവിടെ വേറെ എന്തൊക്കെയോ കുറെ ഐറ്റങ്ങളുണ്ട്. താഴോട്ടുണ്ട് ഏകദേശമുള്ള ഫ്രൂട്ടുകൾ തോന്നെ ഐറ്റങ്ങളുണ്ട്. ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോഴും സെറ്റ് ചെയ്തേ ഉള്ളൂ. ഞാനിപ്പോ ഇവിടെ താമസമായിട്ട് 8 മാസം ആയതേ ഉള്ളൂ. ഓ അത് ശരി. കംപ്ലീറ്റ് വല ഇട്ടിട്ടുണ്ട്. വല ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു സെറ്റ് ഞാൻ വേറെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതിപ്പോ നട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടേക്കണേ ഉള്ളൂ. ആണല്ലേ? ഭാവി തൈ പൊടിച്ചു വയ്ക്കുന്നത് ഇനി കളയൊക്കെ എടുക്കണം. അതിന്റെ പണി നടന്നോണ്ടിരിക്കും. അപ്പൊ അതൊരു 3 മാസം കൂടെ കഴിയുമ്പോ ഇതിനെക്കാളും ഇരട്ടിക്കാവും അവിടെ. ശരിക്കും ഇത് നട്ട് പിടിപ്പിച്ചൊക്കെ എടുക്കാൻ വളരെ എക്സ്പെൻസീവ് ആണോ? അതെ, എക്സ്പെൻസീവ് ആണ്. ഇതെല്ലാം ചിലവുള്ളതാണ്. ഇതിന്റെ നെറ്റ് കമ്പി എല്ലാം അടിച്ചുകൂട്ടി ഇതെല്ലാം ചെയ്തിരിക്കണം. ഇതൊക്കെ നല്ല പൈസ ആയതാണ്. ഈ ഒരു ചെടി എത്ര വർഷം? ഇത് 20 വർഷത്തിൽ കൂടുതൽ ഇതിന് ആയുസുണ്ട്. നമ്മളെ മുന്തിരി വള്ളി നട്ടിട്ടേക്കുന്ന ആൾക്ക് ഫസ്റ്റ് ഈ കായെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇലയെല്ലാം വെട്ടി ക്ലീൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അടുത്ത വീണ്ടും ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും തെളുത്ത് കായായി തുടങ്ങും. ശരി. ഇത് പൊടിച്ചു പോണ വള്ളികളുടെ ഓരോ മുട്ടിലും ഈ ഇലയുടെ ഞെടുപ്പിന്റെ അവിടെ ഇങ്ങനെ കാ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഒരു തവണത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇലയെല്ലാം കട്ട് ചെയ്ത് കോതി വൃത്തിയാക്കി വെട്ടം കയറ്റിയിട്ട് കൊടുത്താൽ അടുത്ത വീണ്ടും കിളുക്കും. അതിൽ നിന്നെല്ലാം വള്ളി പോണതിൽ പൂക്കള് വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഒരു ആൺചെടി ഒരെണ്ണേ ഉള്ളു. ആ വള്ളിയാണ് കൊണ്ടാ കിടക്കുന്നത്. ഇത് ആൺചെടിയും പെൺചെടിയും ഒരുമിച്ച് തന്നെ ഇട്ടിരിക്കുകയാണ്. പെൺചെടിയും ഇതിപ്പോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇത് ആൺചെടിയും പെൺചെടിയും കണ്ട തിരിച്ചറിയാം. ഞാൻ ഇപ്പൊ ഒരു മുട്ട് കണ്ട് ഇത് പെൺചെടിയുടെ പൂവാണ്. ഇതിലിങ്ങനെ കായ നമ്മളെ ഈ പിയണിക്കും ഇതിനൊക്കെ വരുന്ന കണക്ക് ഫസ്റ്റില് ഞെടുപ്പ്, അത് കഴിഞ്ഞൊരു കായ, ആ കായുടെ എൻഡില് പൂവ് വരും. ഇതിലെന്ന് പറയുമ്പോ നേരെ തിരിച്ച് പൂ മാത്രമേ കാണുള്ളൂ. ഇത് വെറും പൂ മാത്രമേ ഉള്ളൂ. ആൺചെടി ഇങ്ങനെ ഉള്ളി കാണിക്കുമ്പോ നമുക്ക് ഇതേപോലെ പെൺചെടി ഉള്ളി കാണിക്കത്തില്ല, ഒരു കാ വേസ്റ്റ് ആവും. അതെ അതെ. നോക്കില്ലെങ്കിൽ ഇത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോ മൊത്തത്തിലെല്ലാം പുഴു കയറി നശിച്ചു കളയും. എല്ലാ ദിവസവും കുറച്ച് സമയം ഇതിന്റെ മൂട്ടിൽ വരണം. രാവിലെ വന്ന് കീടങ്ങളൊക്കെ ഉണ്ടാക്കി ചെറിയ മരുന്നൊക്കെ അടിച്ചു 1 മണിക്കൂർ ഇതിന് മെനക്കെട്ടിട്ടാണ് പോണത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ പിന്നെ വിഷം ചേർക്കണ്ട. ഇലയിലടിക്കുന്നത് ആ കീടങ്ങളൊക്കെ ചാവാൻ വേണ്ടി. അത് മണ്ടയിൽ ടോപ്പിലങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അത് രാവിലെ മഴയൊന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് സ്പ്രേ ഉണ്ട്, അതിലങ്ങ് അടിച്ചു. ഈ വല ലാസ്റ്റ് ചെയ്യുന്നതാണോ? ഇതൊരു 4-5 വർഷം കിടക്കും. 5 കൊല്ലം കിടക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മള് നെറ്റ് വല്ലാതെ ഉള്ള മറ്റേ അത് നമ്മുടെ ഇതേ കണക്ക് നമ്മുടെ ഇഷ്ടത്തിന് വരത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കായൊക്കെ പിടിക്കുമ്പോ ഇച്ചിരി താരണം. മറ്റേത് വല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. താരണം താന്നെങ്കിലേ കൊള്ളാതെ തൂങ്ങി കിടക്കുന്നതേ. മറ്റേത് വടി കണക്ക് അങ്ങനെ നിൽക്കും. നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഗാഗ് ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വളരെ റയറായിട്ടുള്ള ഒരു പഴമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റഹീം സാഹിബിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ കുരുവാണ് കൂടുതലായിട്ട് ഇവിടുന്ന് ഇവർ അയച്ചു കൊടുക്കുന്നത്. കൊറിയറായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ, വാട്സാപ്പ് നമ്പറല്ലേ അത്, അപ്പോൾ ആ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി.
നിങ്ങൾക്ക് നല്ല ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഇനിയും ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.